നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. തിരുവല്ല താലൂക്ക് ആശുപത്രിയിലെ OP ബ്ലോക്ക് കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങി. OP ബ്ലോക്ക് ആദ്യം പ്രവർത്തിച്ചിരുന്ന സ്ഥലത്തെ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റിയ സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. സംസ്ഥാന സർക്കാർ ബജറ്റിൽ അനുവദിച്ച 15 കോടി രൂപയ്ക്ക് 3 നില കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. OP പ്രവർത്തിച്ചിരുന്ന പഴയ ഇടുങ്ങിയ കെട്ടിടത്തിന് പകരം പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ 5 വർഷം മുൻപാണ് തുടങ്ങിയത്. പണം അനുവദിച്ചെങ്കിലും കെട്ടിടത്തിന്റെ രൂപരേഖ സംബന്ധിച്ച് തീരുമാനമാകാതെ വന്നതോടെയാണ് നിർമ്മാണം നീണ്ടുപോയത്. പുതിയ കെട്ടിടത്തിന് 3 നിലകളിലായി 30,600 ചതുരശ്ര അടി വിസ്തീർണമുണ്ട്. ഓരോ നിലയ്ക്കും 10,200 ചതുരശ്ര അടി വിസ്തീർണമുണ്ട്. താഴത്തെ നിലയിൽ മെഡിക്കൽ, ഓർത്തോ, സർജറി, പനി OPകളും പാലിയേറ്റീവ് കെയർ, ഫാർമസി, ലാബ്, സ്റ്റോർ, എക്സ്റേ, ECG, സ്കാനിംഗ് എന്നിവയുണ്ടാകും. ഒന്നാമത്തെ നിലയിൽ ഗൈനക്കോളജി, ഡെന്റൽ OPകളും ലാബും കൂടാതെ മെഡിക്കൽ, ജനറൽ OPകളും ഓപ്പറേഷൻ തിയേറ്റർ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ENT എന്നിവയുണ്ടാകും. രണ്ടാം നിലയിൽ പീഡിയാട്രിക്, ഒഫ്താൽമോളജി OPകൾ, മുലയൂട്ടൽ മുറി, വിശ്രമമുറി, വയോമിത്രം, ഡൈനിങ് മുറി എന്നിവയാണ്. OP കെട്ടിടത്തിൽ നിന്നും നിലവിൽ പ്രവർത്തനം നടക്കുന്ന 7 നില കെട്ടിടത്തിലേക്ക് പോകുന്നതിന് മേൽപ്പാലവും നിർമ്മിക്കും. എല്ലാ നിലകളിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ശുചിമുറികൾ, കാത്തിരിപ്പ് മുറികൾ, ലോബി, ഡോക്ടേഴ്സ്, നഴ്സസ് മുറി എന്നിവയും നിർമ്മിക്കും. 1.5 വർഷമാണ് നിർമ്മാണ കാലാവധി. നിലവിൽ OP പ്രവർത്തിക്കുന്നത് പഴയ അത്യാഹിത വിഭാഗം കെട്ടിടത്തിലാണ്. ഇതിൽ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണുള്ളത്. കെട്ടിടം കാലപ്പഴക്കം ചെന്നതുമാണ്. വർഷങ്ങൾക്ക് മുൻപ് 7 നില കെട്ടിടം നിർമ്മിച്ച് പ്രവർത്തനം തുടങ്ങിയെങ്കിലും 5 നിലകൾ മാത്രമാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. 170 കിടക്കകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.